കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാത്തിരിപ്പിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നിലവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. അതിൽ തൃശ്ശൂരിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടങ്ങൾ പലയിടത്തും നടക്കും കേരളത്തിൽ എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യവും സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുകാട്, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, കയ്പമംഗലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര, ഇവിടങ്ങളിലൊക്കെ തന്നെയും സംഭവിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ എന്തായിരിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഈ 13 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ടുകൾ, അതായത് അന്തിമ സർവേ റിസൾട്ട് കണക്കുകൾ, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്നുള്ള സർവേ റിസൾട്ടുകൾ, ഈ പറയുന്ന തോതിൽ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ പല രീതിയിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിലെ മുന്നത്തെ കണക്ക് നോക്കുമ്പോഴത്തേക്കും, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തരംഗമായിരുന്നു തൃശ്ശൂരിൽ സംഭവിച്ചത് എന്നുള്ളത് എടുത്തു പറയണം. UDFിനോ BJPക്കോ കാര്യമായിട്ടുള്ള നേട്ടമൊന്നും തന്നെ തൃശ്ശൂർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും അവിടെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് BJPയാണ്. അവിടെ UDFും LDFും അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് കഴിഞ്ഞ് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാൽ പോലും LDF അടിപതറി, അവിടെ UDF നേട്ടമുണ്ടാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം പൂർണ്ണമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂരിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് തന്നെ നോക്കാം. ഈ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്താണെന്നും നോക്കാം. ഗുരുവായൂർ ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ LDF ആണ്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റം? ഇവിടെ ഒരു ത്രികോണ പോരാട്ടമായിരിക്കും, ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 50-50 ചാൻസാണ് LDFിനും UDFിനും കാണുന്നതെന്ന് പറയുന്നത്. BJP വോട്ടുകൾ അവിടെ ഉയരാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗുരുവായൂരിൽ. ഇനി മണലൂരിലേക്ക് വരുമ്പോഴത്തേക്കും മണലൂർ നിലവിൽ LDF ആണ്. പക്ഷേ അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. BJP വോട്ടുകൾ കൂടുമെന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു UDF LDF പോരാട്ടമായി എന്ന് മാത്രമല്ല, BJP വോട്ടുകൾ അവിടെ വർദ്ധിക്കും. ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറാം. അവിടെ ഒരു 50-50 ചാൻസാണ് നിലവിൽ LDFിനും UDFിനും നിലനിൽക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ UDFിന് നേരിയ തോതിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. ഇനി ഒല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും ഒല്ലൂരിൽ LDF ആണ്. അവിടെ 2026 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2026 തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറും. BJP വോട്ടുകൾ കൂടും. അവിടെയും ഒരു 50-50 ചാൻസാണ് UDFിനും LDFിനും കാണുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. തൃശ്ശൂരിലാണ് ഏറ്റവും വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതെന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിലവിൽ ഒരു ത്രികോണ പോരാട്ടമാണെങ്കിൽ തന്നെയും അവിടെ തീർച്ചയായിട്ടും LDF വോട്ടുകൾ കുത്തനെ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം. BJP UDF വോട്ടുകളാണ് അവിടെ കൂടാനായി പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും അവിടെ LDF 3-ാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട്. അവിടെ തീർച്ചയായിട്ടും അവിടെ UDF വോട്ടുകളും BJP വോട്ടുകളും കൂടുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ BJPക്ക് വിജയസാധ്യത നൽകുന്ന ഒരു സീറ്റായിട്ട് മാറിയിരിക്കുന്നു എന്നും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമാണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. വിജയിക്കുന്നത് ആരായാൽ തന്നെയും നേരിയ തോതിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും കാര്യങ്ങൾ മാറി മറിയുക എന്നുള്ളത് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നാട്ടികയിലേക്ക് വരുമ്പോഴത്തേക്കും നാട്ടികയിൽ അവിടെ LDFിന് വോട്ട് കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്.
അവിടെ UDFനും BJPക്കും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെ ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ BJP വോട്ടുകൾ കൂടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കാണുന്നു. LDF വോട്ടുകൾ കുറയും, BJP വോട്ടുകൾ കൂടും, UDF വോട്ടുകളും കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ BJP വോട്ടുകൾ നിർണായകമായി മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു 50-50 ചാൻസ് ആണ് നിലനിൽക്കുന്നത് UDFനും LDFനും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി പുതുകാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും BJP വോട്ടുകൾ അവിടെയും കൂടുമെന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന തോതിൽ ഒരു LDF UDF ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ പറയുന്ന തോതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 50-50 ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തമായി പറയണം. കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും കൊടുങ്ങല്ലൂരിൽ BJP വോട്ടുകൾ നിർണായകമാകുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അവിടെ LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു, UDF വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. അവിടെ ഒരു 50-50 ചാൻസ് ആണ് LDFനും UDFനും നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ഇനി നേരെ പുതുകാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പുതുകാട്ടിൽ തീർച്ചയായിട്ടും BJP വോട്ടുകൾ അവിടെയും നിർണായകമാകുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അവിടെ LDFന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നു എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. ഇനി ചാലക്കുടിയിൽ നിലവിൽ UDF ആണ്. അവിടെ UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ നേരിയ തോതിൽ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കയ്പമംഗലം വരുമ്പോഴത്തേക്കും കയ്പമംഗലത്ത് നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. വടക്കാഞ്ചേരി നിലവിൽ LDF ആണ്. ആ സീറ്റും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. കുന്നമംഗലം നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെയും വോട്ടുകൾ കുറയാനുള്ള സാധ്യത LDFൽ കാണുന്നു. BJP UDF വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി ചേലക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും ചേലക്കരയിൽ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനുള്ള സാധ്യത കാണുന്നു. പക്ഷേ അവിടെ BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. UDF വോട്ടുകളും കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും LDFന് അടിപതറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിൽ അവരുടെ കൈവശമുള്ള സീറ്റുകളിൽ നിന്നും 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 6-7 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് വളരെ അനിവാര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരുടെ കൈവശമുള്ള സീറ്റിൽ നിന്നും വർധനവുണ്ടാവുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 അല്ലെങ്കിൽ 4 എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും പറയുന്നു. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റിലാണ് വിജയസാധ്യതയായിട്ട് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റു പല സീറ്റുകളിലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്കും വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത ഒരു പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അവിടെ പല സീറ്റുകളിലും മാറി മറിയും, അതോടൊപ്പം തന്നെ ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നും നേരിയ തോതിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും പല സീറ്റുകളും കൈവിട്ടു പോവുക എന്നുള്ളതും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല ഇനി അതിക്കും മേലെ ഒരു അട്ടിമറി അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, LDFന് ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് 2021 പോലെ തന്നെ ഇപ്പോഴും സാധിക്കുമോ, അതല്ല ഒരു തകർച്ചയിലേക്ക് തൃശ്ശൂർ കാര്യങ്ങൾ മാറുമോ, BJP നേട്ടമുണ്ടാക്കുമോ, UDF ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം.